അതാ നമ്മുടെ നാട്ടിൽ നോളജ് സിറ്റി ഒക്കെ ഓർമ്മ വന്നിട്ട് ഇത് കാണുമ്പോൾ ഇതുണ്ട്. ആ കാണുന്നതാണ് അൽമാട്ടി അറീന. ഓക്കെ, വലിയ സംഭവമാണത്. അത് പക്ഷെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കസാഖിസ്ഥാനിലെ അൽമാട്ടിയിലാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എൻ്റെ അൽമാട്ടിയിലെ ലാസ്റ്റ് ഡേ ലൈഫാണ് ഇന്ന്. കാരണം ഞാൻ ഉസ്ബെക്കിലേക്ക് പോവാണ്. നമ്മളുടെ പിള്ളേരുണ്ടല്ലോ താഷ്കന്തിലും. അപ്പം താഷ്കന്തിലുള്ള നമ്മളുടെ കുട്ടികളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇനി കുറച്ച് ദിവസം അവിടെ ആയിരിക്കും കുട്ടികളുടെ കൂടെ. ഓക്കെ, പെട്ടെന്ന് തന്നെ പോകേണ്ട ഒരു ആവശ്യം വന്നു. ഞാനിവിടെ അൽമാട്ടിയിലേക്ക് വന്നതും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ പെരുന്നാൾ വരെ, ഇപ്പം നോമ്പാണ്, പെരുന്നാൾ വരെ നമ്മളുടെ പിള്ളേരുടെ കൂടെ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ താഷ്കന്തിലേക്കും പോകേണ്ടത്. ഇവിടെ വന്നു പറഞ്ഞപ്പോൾ മുതൽ നമ്മുടെ താഷ്കന്തിലെ പിള്ളേർ ചോദിച്ചു തുടങ്ങി എപ്പോഴാണ് വരുന്നത്. അപ്പോൾ പിന്നെ അവരുടെ കൂടെയും കൂടി വരുന്ന നോമ്പ് അവരുടെ കൂടെ ആക്കാമെന്ന് കരുതി. വേറൊരു സംഗതി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളിയാഴ്ച ജുമാ ദിവസവും നമ്മുടെ സെൻട്രൽ മോസ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. അൽമാട്ടിയിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വളരെ കൗതുകമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ അൽമാട്ടിയിൽ പുതിയൊരു പള്ളി വരുന്നുണ്ട്. നമുക്കറിയാം, പഴയ നമ്മളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അസ്താന ഗ്രാൻഡ് മോസ്ക്. കസാഖിസ്ഥാനിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ്. അത് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ വലിയൊരു പള്ളിയാണ് അൽമാട്ടിയിൽ. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റീൻ്റെ ഏതാണ്ട് ഔട്ടറിലേക്കായിട്ട് വരികയാണ്. ഓക്കെ, ഇപ്പം അത്യാവശ്യം നമ്മൾക്കൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ യാത്രയുണ്ട് അൽമാട്ടി സിറ്റിയിൽ നിന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിങ്സിന്റെ പണിയെടുക്കുന്ന ഒഴിഞ്ഞ മേഖലയാണ്. ഒരുപാട് ഒരു പട്ടിക്കാട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇതാ നമ്മൾ പറഞ്ഞ ആ പള്ളി. ഓക്കെ, ഇവിടുന്ന് കാണുമ്പോഴേ ആ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അസ്താന ഗ്രാൻഡ് മോസ്കിന്റെ അത്ര നമ്മൾക്ക് വലിയ വൈബ് ഫീൽ ചെയ്യില്ലെങ്കിലും അത് കഴിഞ്ഞ ഈ പള്ളി എന്നുള്ള രീതിയിൽ പറയാം. എന്തായാലും അതിൻ്റെ പുറത്ത് മറ്റേ ഇത് വെച്ച് കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം. കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞത്. എന്തായാലും അതിനടുത്തുള്ള വീഡിയോസ് കാണാം. കാരണം കണ്ടോ, നല്ല സ്നോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് സ്നോ ഒക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതിന് വേറെ തന്നെ ബ്യൂട്ടി ഉണ്ട് ഈ ഒരു കാഴ്ച കാണാൻ. ഇതിൻ്റെ ഡ്രോൺ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി എത്രത്തോളം മനോഹരമായിരിക്കും ഈ പള്ളി എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കട്ടോ ഒന്ന് ജസ്റ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് ഏകദേശം 500 മീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. 500 മീറ്റർ റോഡ് ക്രോസ് ചെയ്യണം. പക്ഷേ അവിടെയാണ് സീറ്റായി കാണുന്നത്, ആ ഒരു സിഗ്നൽ അവിടെ കാണുന്നത്. അവിടെ നിന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നമ്മൾക്ക് നല്ലത്. പിന്നെ അതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ നിയമം പാലിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ മരങ്ങളുടെ ഇടയിലൂടെ പോകണം. പക്ഷേ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നോ ഉള്ളതുകൊണ്ട് സ്ലിപ്പായി വീഴാൻ അറിയില്ല. നമ്മൾ രണ്ടുപേരും വിൻ്റർ ഷൂ മാറ്റി. സ്നോ ഒക്കെ അത്യാവശ്യം കഴിഞ്ഞതുകൊണ്ടേ നല്ല ഭംഗിയിട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. പിന്നെ വേറെ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് പള്ളികൾ അൽമാട്ടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ള് ആക്റ്റീവാണ്. നല്ല നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ 5 നേരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഈ പള്ളീൻ്റെ അടുത്ത് എത്തി. ഇവിടെ ഫുള്ള് കവർ ചെയ്ത് കേട്ടോ ചുറ്റും. പക്ഷേ ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും ഇത് ഇനാഗുറേഷൻ കഴിഞ്ഞാൽ കേട്ടോ. ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് അൽമാട്ടി അരീന എന്നൊരു ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. 50 സെറ്റപ്പാ. ഇതൊക്കെ മൊത്തം കവർ ചെയ്തിട്ടാണ്. റൊണാൾഡോ ഒക്കെ വന്നിട്ടുണ്ട് ആ അറീനയില്. ഏകദേശം കളിക്കാൻ വരുന്ന ഫുട്ബോളും എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇത് ഇപ്പം തന്നെ അത്യാവശ്യം ഇവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇതാ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ സംഭവമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും മെയിൻ എൻട്രൻസ് ആയിട്ട് വരിക. എന്തായാലും വമ്പ സെറ്റപ്പ് ആട്ടോ കളറ്. ഈ ഗോൾഡൻ കളർ ഉണ്ടല്ലോ ഇവിടെ. ഇതുപോലെ വേറെ 2-3 പള്ളിയുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ആ അറ്റം വരെ നല്ല അടിപൊളി കാണാൻ നല്ല സ്പേസ് ഉണ്ട്. എത്രയാണ് കപ്പാസിറ്റി എന്ന് അറിയില്ല. നല്ല കപ്പാസിറ്റി ഉള്ള സാധനമാണ് എന്തായാലും. കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ബാരിക്കേഡ് ഇവർ മാറ്റിയിരുന്നെങ്കിൽ നൈസായാണ്. ഇതിൻ്റെ സൈഡിൽ കുറേ കണ്ടോ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടെ ഡെവലപ്പായി വരുന്നതാണ്. ഈ ഒരു ഏരിയ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഈ സൈഡ് കണ്ടോ ഫുള്ള് ഒഴിഞ്ഞ് കിടക്കാണ്. അവിടെയും കുറച്ച് ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് ഒരു സൈഡിലെ നടന്ന് കാണാൻ പറ്റുമോ നോക്കി നോക്കാം. എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാൻ നോക്കാം കേട്ടോ.
നമ്മുടെ പള്ളിയൊക്കെ ഉള്ള പോലത്തെ ഒരു പള്ളിയാണ്. അതാ നമ്മുടെ നാട്ടിൽ നോളജ് സിറ്റി ഒക്കെ ഓർമ്മ വന്നിട്ട് ഇത് കാണുമ്പോൾ ഇതാ ആ കാണുന്നതാണ് അൽമാട്ടി അറീന. ഓക്കെ, വലിയ സംഭവമാണത്. അത് പക്ഷെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇതിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഗേറ്റ് ഇപ്പോൾ തൽക്കാലമുള്ള. ഒന്ന് മുട്ടി നോക്കിയേക്കാം, ചിലപ്പോൾ തുറന്നെങ്കിലോ. ഓക്കെ, ആയി മാഷാ അല്ലാ, മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ടല്ലേ. പുള്ളി എൻട്രി തരുന്നില്ല. പ്രശ്നം വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടുന്ന് എടുത്തോളിന്ന് പറഞ്ഞു. മസ്റ്റ് തരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി കേട്ടോ, വൈബ് സെറ്റ് സാധനം കേട്ടോ. ഇങ്ങനെ കാണുമ്പോ തന്നെ ഇത് സൂം ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഇതാ അതടച്ചു പുള്ളിയെ. നമ്മളത് ഇന്ത്യക്കാരനാന്ന് പറഞ്ഞോണ്ടാ വന്നിട്ട് ഇത് ജസ്റ്റ് സംസാരിക്കാൻ തന്നെ നിന്ന്. എന്തായാലും പുള്ളി ഉറങ്ങിയായിരുന്നു കേട്ടോ. ഓ അടിപൊളി. അപ്പോ നമ്മളിതാ പള്ളി കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അകത്ത് കയറുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണുമ്പോൾ, ആ ഒരു കാഴ്ച കാണുമ്പോൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വരവില് തീർച്ചയായിട്ടും ഞാനിനി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇനിയും തിരിച്ചു വരാലോ, നമ്മള് ഇവിടുന്ന് വേണ്ടി പോകാനില്ല. അടുത്ത വരവില് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തായാലും ആ പള്ളീൻ്റെ അകത്ത് കയറി അവിടുന്ന് നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ നിസ്കാരം നടക്കുന്നതും അവിടുത്തെ ബാക്കിയുള്ള ഇതൊക്കെ നല്ലൊരു അടിപൊളി വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല, ചെറിയ വീഡിയോ പെട്ടെന്ന് ഒഴിവാക്കി സൈനിക. പിന്നെ വേറെ കാര്യം, തണുപ്പായതുകൊണ്ട് ഞാൻ അധികം വരാത്തത്. നിങ്ങൾ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ പരമാവധി സംസാരിച്ചിട്ടുണ്ട്. തണുപ്പാകുമ്പോൾ സംസാരിക്കാൻ പോയിട്ട് ഒന്നിനും മൂടുണ്ടാവില്ല. മൂപ്പരെ ഞാൻ സമ്മതിക്കണം, കാരണം ഈ തണുപ്പത്ത് ഇത് പിടിച്ച് നിൽക്കാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വെയിൽ പിന്നെയും കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നത്, തണുപ്പ് ഇച്ചിരി ഡാർക്കാണ്. നമ്മളെ ഓടിപ്പിടിച്ചെത്തിയത് ഇവിടുത്തെ ലൈറ്റിങ് പോകുന്നതിന് മുമ്പേ വന്നിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:30 കഴിഞ്ഞു, 6 മണി ആവാനായി. അപ്പോൾ പെട്ടെന്ന് ഓടി വന്നു. അന്ന് മുമ്പ് പോകുന്നുണ്ട്, പെട്ടെന്ന് ഓടി വന്നു. ഇന്ന് പോവാണ്, ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ്. നമ്മൾ ഇവിടുന്ന് താഷ്കന്തിലേക്ക് പോവാണ് ഞാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റിയെന്നറിയില്ല പള്ളിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട്. ഒരു പക്ഷേ ദൂര കാഴ്ചയായതുകൊണ്ട് ഒരുവിധം, എന്നാലും ഇങ്ങനൊരു സംഗതി ഇനി അൽമാട്ടിയിൽ വരുന്നവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അടുത്തന്നെ ഉദ്ഘാടനം ഉണ്ടാവുമായിരിക്കും, ഏകദേശം പണി പൂർത്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ബൈ.